മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മളെ പെരുന്നാളിന്റെ തലേന്നാട്ടോ, അതായത് ഇന്ന് പെരുന്നാൾ രാത്രിയാണ്. ഞാൻ ഡ്രസ്സ് കൊടുത്തിട്ടില്ല, ഒരു തേങ്ങ എടുത്തില്ല, പെരുന്നാൾക്ക് വേണ്ടിയിട്ട് ഒരു മുടി പോലും വെട്ടിയിട്ടില്ല. സംഭവം എന്താ വെച്ചാൽ എന്താ അറിയില്ല, പണ്ടത്തെ പോലെ ഒന്നും പെരുന്നാൾക്ക് ഒരു വൈബ് ഇട്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇനി താഴത്ത് പോയേക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ഇനി ക്ലബിന്റെ അവിടെ പോയേക്കാം. അവിടെ എല്ലാ ചെറുക്കന്മാരുണ്ട്, ആരും ഒന്നും എടുത്തിട്ടില്ല എന്നാ പറയുന്നത് കേട്ടത്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് പോയേക്കാം. അവിടെ ആരൊക്കെ ഉണ്ട് മെയിൻ ആയിക്കണ്, ബാംഗ്ലൂരിൽ നിന്നൊക്കെ ടീംസുകൾ വന്നിക്കണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പോയി പുറമാണിച്ച് തരാൻ ഉണ്ടാവും. ഒരുത്തൻ അവിടെ പൊന്തകോളിലാണ്. വണ്ടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. എല്ലാവരും ക്ലബിലുണ്ടെന്ന് പറയുന്നേട്ട്. സിനാ വന്നിക്കണോ? അന്നെ കാത്തിട്ടാണ് ഇവിടെ നിൽക്കണ്. അന്നെ മാത്രം ബാക്കി എല്ലാരും ഇവിടെ എത്തിക്കണ്. സോറി ഗൈസ് ഫോർ ദ ഡിലേ. അപ്പൊ എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും പറഞ്ഞിട്ട് ആകെ 4 ആൾക്കാരുള്ളൂ. ശരിയാ, നമ്മുടെ നാട്ടിൽ ആകെ 4 ചെറുക്കന്മാരുള്ളൂ. സിനാൻ, തൊരപ്പൻ സിനാൻ എപ്പോഴാണ് എത്തിയത്? എവിടുന്ന്? ഇപ്പൊ അതിന് വച്ചേരുള്ളൂ. നമുക്ക് ഡ്രസ് എടുക്കാൻ പോണ്ടേ? റെഡി. ഇതാണ് നമ്മളെ മാരാങ്കലത്തെ 80, അതായത് നെരിക്കുറ്റി സ്ട്രൈക്കേഴ്സിന്റെ ക്ലബ്ബ്. ആരെ പുതിയ അതിഥികൾ വരുന്നുണ്ട്. ഇതാണ് അഫീഫ് മാരായമംഗലം. എവിടെ പോയിരുന്നു? ഞാൻ ഇറച്ചി വാങ്ങാൻ. ഡ്രസ് എടുത്തോ? എടുത്തില്ല. താങ്കൾ എടുത്തോ? എന്നാണ് വന്ന് കോഴിക്കോട്? ഇവന് ബാംഗ്ലൂർ പഠിക്കുന്നു, ഇവൻ കോഴിക്കോട് പഠിക്കുന്നു. ഇവൻ ബാംഗ്ലൂർ പഠിത്തം കഴിഞ്ഞിപ്പോ തെണ്ടിതിന് നടക്കുന്നു. എന്റെ പോലെ ഇതാ ബാക്കിലുള്ളവരും ബാംഗ്ലൂർ പഠിക്കുന്നു. അപ്പൊ യാസർ ഇന്നലെ 8 ഗോളിന് തോറ്റില്ലേ? 8 ഗോളിന് വാവന്നലെ തോറ്റോണ്ട്. ഞാൻ ഇന്നലെ പെസ് കളിച്ചിട്ട് തോറ്റ്. ഞങ്ങളുടെ നാട്ടിലെ പെസ്സിന്റെ ടൂർണമെന്റ് നടക്കുന്നുണ്ട്. ഞാനാണ് ടേബിൾ ടോപ്പില്. പക്ഷെ ടേബിൾ തിരിച്ചു വെക്കണ്ട്. ഞാൻ ഏറ്റവും അടിയിലേക്ക് കളിക്കാൻ വൈകില്ലേ. മുസൂർ എന്ത് പറയുന്നു? പെരുന്നാളായിട്ട് എങ്ങനെയുണ്ട്? പെരുന്നാൾ സൂപ്പർ അല്ലേ? നോമ്പുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഗൈസ്, നമ്മളിപ്പോ ചെറുക്കന്മാരൊക്കെ പാടെ കൂടിയിക്കണ്. ഇനി എല്ലാരും കൂടിങ്ങാണ്ട് ഇനി ഞങ്ങൾക്ക് നമ്മളെ ക്ലബിന്റെ കപ്പുകൾ കാണിച്ചു തരാം. ഇതൊക്കെയാണ് നമ്മളെ ക്ലബിൽ ആകെയുള്ള കപ്പുകൾ. നല്ല വലുപ്പത്തിലൊരു ക്ലബ്ബൊക്കെ ഉണ്ട്, പക്ഷെ അതിൽ കപ്പുകളില്ല. ഇത് ചെറുക്കന്മാർ പോയി കളിച്ച് കൊടുക്കുന്നതാണ്. ഇതിലൊക്കെ ഞാൻ കളിച്ചു കൊടുക്കുന്നതിലൊക്കെ ഇതിലൊക്കെ ഏതിലൊക്കെ കയറും. കാരണം അന്നൊക്കെ ചെറിയ കപ്പുകളാണ്. ഇതിലൊക്കെ കയറാം. ഇതൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഞാൻ കളി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ കപ്പൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇതാണ് നമ്മളെ ക്ലബ്ബ്. നമ്മൾ ഇനിയിപ്പോ ചെറുക്കന്മാരൊക്കെ പാടെ കൂടും. ഇനി ഡ്രസ് എടുക്കാൻ എവിടെ പോണേ? പെരിന്തമണ്ണ അല്ലെ പട്ടാമ്പി, ഇതിൽ ഏതെങ്കിലും ഒരു സ്പോട്ടിലാണ് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പൊ എന്തായാലും നാളെ ഞങ്ങള് ബാക്കി വിശേഷങ്ങൾ അപ്പൊ കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ അപ്പൊ തന്നെ നമ്മള് ചെറുക്കന്മാരെ കൂട്ടിയിട്ട് വേറെ വണ്ടിയിൽ കുറച്ച് ചെറുക്കന്മാരുണ്ട്. നമ്മളെ വണ്ടിയിൽ ഈ 3 ചെറുക്കന്മാരുള്ളൂ. അപ്പൊ നമ്മൾ ഇനി ഡ്രസ് എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ പോണത് ചപ്പശ്ശേരിക്കാണ്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് എന്തായാലും കിട്ടൂല എന്ന് ഉറപ്പാണ്. കിട്ടൂല എന്നല്ല, നമുക്ക് പറ്റാണ്ടൊന്നല്ല. പിന്നെ എന്നാലും ചപ്പശ്ശേരി നമ്മളെ നാട്ടിൽ ഇതെന്താ കാട്ടുന്നത്? അയ്യോ, ആൾക്കാർ ഇന്നെ ഈ ബ്ലോക്കിന്റെ ഇടയിൽ മറ്റേ ബ്ലോഗ് ഉണ്ടോ? ഇവിടെ ഉണ്ടോ പെരും ബ്ലോക്കാണ് കണ്ടോ? പെരുന്നാൾ ബ്ലോക്കാണ്. ഒരു പെരുന്നാൾ തലേന്ന് ഇറച്ചിപ്പീടിയ എല്ലാം തിരക്കാണ്. എമ്മാ തിരക്ക്. അപ്പുറത്താരോ വന്നോണ റീഡ് ചെയ്തിട്ട്. അപ്പൊ ഗൈസ്, ഞങ്ങൾ പോവാണ്, പെരുന്നാൾ ഡ്രസ് എടുക്കാൻ പോവാണ്. ഞങ്ങൾ പോവാടേ. നമുക്ക് ഡ്രസ്സ് എടുക്കും വേണം, മുടി വെട്ടും വേണം. പക്ഷെ നമ്മൾ മുടി വെട്ടണില്ല. കാരണം എന്താ വെച്ചാൽ മുടി വെട്ടാനും ടൈലറിന്റെ അടുത്തും പെരുന്നാൾ തലേന്ന് പോകാൻ പറ്റൂല. പിന്നെ അതുപോലെ തന്നെ ഇറച്ചി വെട്ടേന്റെ അടുത്ത് നേരത്തെ കണ്ടില്ല തിരക്ക്. അപ്പൊ നമ്മളെന്തായാലും മുടി വെട്ടണില്ല. മുടി വെട്ടാൻ ആദ്യം തന്നെ അപ്പോയിന്റ്മെന്റ് ടോക്കനൊക്കെ എടുക്കണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ശരിയാവൂല. നമുക്ക് ഇനിയിപ്പോ മുടി വെട്ടില്ലേലും കുഴപ്പമില്ല. പിന്നെ എന്താ വെച്ചാല് പണ്ടത്തെ ഒരു പെരുന്നാളിന്റെ ഒരു വൈബ് എല്ലാവർക്കും ഇല്ല. ഞാൻ വിചാരിച്ച് എനിക്ക് മാത്രം എന്തെങ്കിലും അങ്ങനെ തോന്നിക്കാണോ? പക്ഷെ അങ്ങനല്ല, വലുതായോണ്ട് മാത്രല്ല, മൊത്തത്തില് എല്ലാവർക്കും ഒരു വൈബില്ല. ശരിക്കും എപ്പോഴാ രസം എന്ന് പറയാം, നമ്മളാ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന ടൈമില് സ്കൂളും പൂട്ടും ആ ഒരു വൈബ്. വെരി സക്സസ്ഫുൾ. 2 നല്ല കുട്ടികൾ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നമ്മളെന്തായാലും പോയൊക്കെ കേട്ടോ. തിരക്കൊക്കെ തിരക്ക് പോയി. നേരത്തെ നല്ല തിരക്കുണ്ടായി കേട്ടോ. കൊറേ ബെസ്റ്റുകളുണ്ട്. ഒരു ബെസ്റ്റ് ഇന്ന് ഞങ്ങള് നോമ്പറക്കാൻ നേരത്തെ ഉണ്ട്. സ്കൂടിയും അങ്ങനെ പോകണം. അവനാ ഇന്ന് എനിക്ക് വേറൊരു ബെസ്റ്റ് മെസ്സേജ് ചെയ്യുന്നു. പേര് അസ്സലാമു അലൈക്കും, ഏത് മുബാറക്ക് നാട്ടിലുണ്ട്. സിനാന്റെ പേര് അന്വേഷിച്ചു. 3 വല്ല സിനാനാണ് പട്ടിനെ പോലെ പിന്നാലെ അടുപ്പിച്ചിട്ട് ലാസ്റ്റാണ് ഒന്നും അല്ലാണ്ടാക്കി. അല്ല, ഞാനിപ്പോ ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. ഈ ചെക്കന്മാരെ പെണ്ണുങ്ങളെ കഥ നമ്മക്ക് പിന്നെ അങ്ങനത്തെ ആണുങ്ങളെ കഥ പറയാനുള്ളൂ. താല്പര്യം
താല്പര്യമില്ല. അപ്പൊ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയിരുന്ന ആൾക്കാരാണ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഓരോരുത്തന്റെ സ്റ്റോറി കണ്ടിട്ട് മൂടായി. അപ്പൊ ആട് സിനിമ കാണാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ഡ്രസ്സ് എടുക്കൽ ഇപ്പൊ തൽക്കാലം ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. നമ്മളിപ്പോ ഇനി ആട് സിനിമ കാണാൻ വേണ്ടിട്ട് പട്ടാമ്പിക്ക് പോവാണ്. അതിൽ നമ്മൾ നേരം നോക്കിയിട്ട് പോവാണ്. നമുക്ക് അവിടെ 10 മണിക്കാണ് 11 മണിക്കാണ് ഷോ. പക്ഷെ നമ്മളിപ്പോ 10:50 എത്രയാണ് 40 ആയിക്കണം. പക്ഷെ ഇവിടെ വല്ലപ്പോയ ഗേറ്റ് അടച്ചിരിക്കണ് കണ്ടോ. നിക്ക് തിരി ഇതൊക്കെ 3 ഗൈസ് കണ്ടോ. ഇതാ വല്ലപ്പോയത്തെ ട്രെയിൻ അടച്ചിക്കണ്, അല്ല ഗേറ്റ് അടച്ചിക്കണ്. മൊത്തത്തിൽ സീനായി. അപ്പൊ നമ്മൾ ഇനി എത്തുന്നു എനിക്ക് തോന്നണില്ല. പക്ഷെ എന്തായാലും നമുക്ക് എത്താലോ. അപ്പൊ എന്തായാലും നമ്മൾ എത്തുന്ന ശുഭ പ്രതീക്ഷയോടെ നമുക്കവിടെ പോവാ. അപ്പൊ നമ്മളിപ്പോ എല്ലാവരും ഉണ്ട് കേട്ടോ. നാളെ പള്ളിക്കൽ സീനാക്കി കൊണ്ടു പെരുന്നാൾ തലേന്ന് സിനിമക്ക് എല്ലാരും ഉണ്ട് കേട്ടോ. അപ്പൊ എന്നാല് നമ്മളെല്ലാരും പോവാ കേട്ടോ. ഓക്കെ. അങ്ങനെ നമ്മൾ നേരെ മക്കിയാണ്ട് മുക്കറിട്ട് പോകും. അജിനൊരു വില്ല്, അവളൊരു സൊല്ല്, ഇവളൊരു കൊള്ള് നിൽക്കാത് ആ പാട്ടൊക്കെ ഇട്ട് കാണാൻ പോകും. ഇരുത്തും കാട്ടിക്കൂട്ടൽ കണ്ട അലാക്കിന്റെ പോക്കാണ് പോകുന്നത്. പക്ഷെ വണ്ടി 40ന്റെ മുകളിൽ കയറി. അങ്ങനെ നമ്മളെല്ലാരും കൂടി സിനിമ കണ്ട് നല്ല ചിരിച്ചല്ല കോമഡി. അല്ലാതെ കരയാൻ വേണ്ടിട്ട് ആരും കോമഡി പറയില്ലല്ലേ. ഞാനും ശ്രദ്ധിക്കണം. പക്ഷെ എനിക്കൊരു ചങ്ങായിക്കും കഥ മനസ്സിലായിട്ട്. ഇപ്പൊ നമ്മളങ്ങനെ സിനിമ കണ്ടുവന്നു. ഇവൽക്കാർക്കും പറ്റിയിട്ടില്ല. എനിക്ക് പക്ഷെ നല്ല പറ്റിയിരിക്കണേ. എനിക്ക് ഇതിന്റെ ഒരു മൂഡ് അങ്ങനത്തെ ഒക്കെ ഒരു മൂഡാണ്. എനിക്ക് KGF ഒന്നും, പക്ഷെ KGF പിന്നൊക്കെ ഇഷ്ടമായിട്ടോ. എനിക്ക് KGF ഒന്നും ഫസ്റ്റ് കണ്ടപ്പോൾ ഇഷ്ടമായില്ല. എനിക്ക് ഇങ്ങനത്തെ പടങ്ങളാണ് ഇഷ്ടം. CID മൂസ, ഇങ്ങനത്തെ ഷാജി പാപ്പൻ അല്ല ആട്, അങ്ങനത്തെ ഒക്കെ എന്റെ താല്പര്യം. സിനാന്റെ അഭിപ്രായം എന്താണ് സിനിമനെ പറ്റിയിട്ട്? സിനിമയുടെ അഭിപ്രായം പറയാച്ച രസമൊക്കെ ഉണ്ട്. പക്ഷെ ചില നേരത്തൊന്നും ഒരു കഥ മനസ്സിലാവുന്നു. കഥ എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ചിരിച്ചാൻ പറ്റുമോ അല്ലേ? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? സൈലൻസ് ആണ്. അപ്പൊ ഇനി നമ്മൾ നേരെ ഇറങ്ങിയിട്ട് ഇനി നമ്മളെ ബിരിയാണി കഴിക്കാൻ പോവാണ്. 9 മണിക്ക് ദമ്മൊട്ടിക്കുന്ന ഒരു സ്ഥലമുണ്ട് ടീറ്റെയിൽസിൽ. അപ്പൊ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോകണം. അങ്ങനെ ടീറ്റെയിൽസ് നല്ലൊരു കുട്ടൻ ബിരിയാണി ഒക്കെ തിന്നാണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ച് വന്ന് നമ്മളൊരു തുണിപ്പീടെ കയറി ഡ്രസ്സൊക്കെ എടുത്ത്, ഡ്രസ്സൊന്നും അതിനാ മാത്രം നല്ല ഡ്രസ്സൊന്നും അല്ല. പിന്നെ നാളെ പെരുന്നാളല്ലേ, എന്തേലും ഒക്കെ എടുക്കേണ്ട വെച്ചിട്ട് എടുത്താണ്. അപ്പോ നല്ലതൊന്നും കിട്ടിയിട്ടില്ല. എന്താ വെച്ചാല് തുറ നേരത്ത് പറമ്പായിരുന്നു. അങ്ങനെ തന്നെ കാര്യം രാത്രി 3:42 ഡ്രസ്സ് എടുക്കണേ. രാവിലെയാണ് പെരുന്നാള്. അപ്പൊ കിട്ടൂല. ആളുകളിലൊക്കെ ആൺകുട്ടികൾ എടുത്തോണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ എന്തായാലും ഇനി എന്തായാലും പോയിട്ടൊന്ന് കടന്നുറങ്ങാൻ, രാവിലെ നീച്ച് പള്ളിയിൽ പോവാ തന്നെയാണ് പരിപാടി. അപ്പൊ ഓക്കെ ഗൈസ്, ബാക്കി നാളെ.